ഫോട്ടോ കണ്ടോ? ഇത് ദാലിലേക്ക് ഫ്രീസായ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. എല്ലാം ഇങ്ങനെ മരത്തിന്റെ മുകളിലല്ലേ. ഒരു സാധനം വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ടു ട്രാവൽ ടൈംസ്. ഹായ് എല്ലാവരും ഹായ് പറയൂ. അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ള? യെസ്, നമ്മൾ ശ്രീനഗറിലെ ഒരു 20 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. പുൽവാമ നമുക്ക് അറിയണ്ടാവും. ഇപ്പൊ ന്യൂസിലൊക്കെ കുറച്ച് കാലം മുന്നേ ഉണ്ടായിരുന്ന പുൽവാമ. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീനഗറിന്റെ കാഴ്ചകളും ഷിക്കാര ലേക്കിലെ റൈഡും ബാക്കി വിശേഷങ്ങളും കാണാം. ഓക്കെ, പോവാം. യെസ്. സോ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത വീട്. വെരി ഗുഡ് ഓപ്ഷൻ. ശരിക്കും നല്ലൊരു ഹോം സ്റ്റേ, ഒരു ടിപ്പിക്കൽ കാശ്മീരി വീട്. നമുക്ക് ഓഫ് സീസൺ ആയതുകൊണ്ട് ചെറിയ റേറ്റിലാണ് കിട്ടിയത്. അല്ലെങ്കിലും റീസണബിൾ റേറ്റ് തന്നെയാണ്. പക്ഷെ വേർത്താണ് കേട്ടോ, അടിപൊളി. എന്താ പറയുക, റൂമെല്ലാം നല്ല ഫാമിലി ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല ഒരു ഓപ്ഷനാണ്. ഓക്കെ, നമുക്കിനി വീടിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇവിടുത്തെ ഹോസ്റ്റും പ്രത്യേകം പറഞ്ഞു, പുള്ളി വളരെ ഫ്രണ്ട്ലിയാണ്. ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലി എന്ന് പറയാം. നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മനുഷ്യൻ. നമ്മൾ ഇങ്ങനെ കഴിക്കുന്നതിനാൽ ഇതാണ് മെയിൻ ഡോർ. ഇതവർ ഓപ്പൺ ചെയ്യാറില്ല തോന്നുന്നു. ഇവിടുത്തെ സ്റ്റൈലാണോ എന്നറിയില്ല. ഇവിടെ ഇങ്ങനെ സൈഡിലൊരു ഡോറുണ്ട്. യെസ്, ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അടിയിലെ കണ്ട് ഫുൾ കാർപ്പറ്റ് അടിച്ചിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ക്ലൈമറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഫുൾ പേസ്റ്റിംഗ് വർക്ക്. യെസ്, അപ്പോൾ നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. ഇവർ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ഹാൾ, ചെറിയ ഡൈനിങ് സെറ്റപ്പാണ്. ഇവരെ വീട് തന്നെയാണ്. നമ്മൾ സ്റ്റേ വരുന്നത് ആക്ച്വലി മുകളിലാണ്. മുകളിൽ 3 റൂമുണ്ട്. അങ്ങനെ കയറി വന്നാൽ ഇവിടെ ഫുൾ കാർപ്പറ്റ് വേണ്ട, ഫുൾ കാർപ്പറ്റാണ് ഇരിക്കുന്നത്. നമ്മുടെ റൂം കുറച്ച് അലങ്കോലാണ് ഇപ്പോൾ. വൗ, വെരി നൈസ് റൂം. ജനലിൽ കൂടെ നോക്കിയാൽ ചെറിയ ഗ്രാമം, നല്ല പീസ്ഫുൾ ആണല്ലേ. ആ, പിന്നെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വാഷ്റൂം ഉണ്ട്. വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഹീറ്ററുണ്ട്. കുളത്തിൽ ടോട്ടലി വേർത്താണ്. നല്ല റൂമാണ്. പിന്നെ പുള്ളി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നു. നൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. നമ്മൾ ഒരുപക്ഷെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടില്ല എന്ന് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ കുറേ നേരം മറിയാറുണ്ട്. എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും, ഒരു 7-8 മണിക്കൂറോളം നമ്മൾ ട്രാഫിക്കിൽ സ്റ്റക്കായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീനഗർ പോയി സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ശ്രീനഗർ എത്തുമ്പോൾ തന്നെ ഒരു 12-1 മണിയാവും. ഇന്നലെ 5:30 തുടങ്ങിയ ഡ്രൈവായിരുന്നു. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും അത്രയും ലേറ്റായിട്ട് പിന്നെ ഹോട്ടലൊക്കെ കണ്ട് പിടിച്ച് സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ നമുക്ക് എന്തോ ലക്കിനാണ് ഒരു കോണ്ടാക്ട് കിട്ടിയത്. നമ്മൾ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. അവിടെ നിന്ന് ഒരു ചേട്ടൻ്റെ കോണ്ടാക്റ്റിലാണ് നമുക്ക്. Yeah, so anyway, that was nice. വീണ്ടും പറയണം, നല്ല സ്റ്റേ ആയിരുന്നു, നല്ല ഓപ്ഷൻ ആയിരുന്നു. നിങ്ങൾ ശരിക്കും സജസ്റ്റബിൾ ആണ്. ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ശ്രീനഗറൊക്കെ നമ്മൾ നോക്കിയായിരുന്നു ഒരുപാട് ഹോട്ടൽസ്. അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല. പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 2500 above ആണ് ഓഫ് സീസണിലായിട്ട് റേറ്റ്. സീസണിൽ എന്തായാലും കൂടും. അപ്പോൾ ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഹോംലി ഫീല് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഫാമിലിയാണ് നമുക്ക് ഫുഡ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പൊതുവെ നമുക്കൊന്നും കിട്ടൂല. അപ്പോൾ കുറച്ചൊരു ഹോം ഫുഡ് കിട്ടുമ്പോൾ കുറച്ച് കംഫർട്ടാണ്. അറ്റ്ലീസ്റ്റ് ഇന്നലെ നമ്മൾ രാവിലത്തെ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ല. കുട്ടാപ്പം എന്താ കഴിക്കുന്നത്? കുട്ടാപ്പം അതിലേക്ക് ഫസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അവര് മുട്ടയൊക്കെ കഴിക്കുന്നുണ്ട്. So this is our homestay. We stayed here and this is our host
Hello. Hi. So how we reach here? I mean, how far is Srinagar from here? It's just 20 kilometers, 20 minutes from here by drive, and after 20 minutes you reach to the Srinagar, and there is a Dal Lake. Dal Lake, 20 yes, minutes 20 from minutes. here. And he also told that Pahalgam is also nearby and Srinagar is also nearby. Here is in this place you are in center in Srinagar, and if you want to go Pahalgam, it's 63 kilometers from here. 63 kilometers from here. And if you want to go Gulmarg, 74. If you want to go Dal Lake, it's Okay. 20 kilometers. If you want to go Sonmarg, it's 107. Dudh Patri, Yes. 40 kilometers. And another place is called Aharbal Waterfall. It's 45 kilometers, I think. So it's better to stay here than going to Srinagar, right? Yeah, it's much better to stay here because it's nearby all the tourist destinations Places, like yes. Pahalgam, And- Gulmarg, Sonmarg, all those places. And it's close to And- the national highway also. Yes, it's just very close. 700 meters from here to the But- national highway. Yeah. But- And it's very peaceful out here. Yes, Actually, I like it. This place called Kesar Valley, Pampur town. Actually, here is, we are Kesar growers. Oh, So Oh, Kesar means badam. no. Kesar means എന്താ Saffron. Oh, yes, saffron. We are saffron growers here, and Oh. around us all the way. do it's a- you suggest any places here nearby Where we can- see the field? you can see field also. You can see shops. So many shops around you. Nearby, huh? But, if you want, See the for- flowers? I will show you. But right now it's not. No season, huh? It's not the season. 25 October start the season until 25 November. 1 month. Yes, 1 month. It's a season for saffron here. And I wish all the friends. Thank you, sure. Once you come here and visit and see my hospitality, Definitely. I really want to more and more people come and Definitely. stay with us and explore Yeah. all those things. Definitely, and this is very such nice place, and thank you for being a wonderful host. It was very nice experience. Yes. ഇന്നലെ ചെയ്ത ഹോം സ്റ്റേ അതിന്റെ മുന്നിലുള്ള കാഴ്ച നോക്കി, ഇതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും. ഇതിവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ നിറയെ ഉണ്ട് കേട്ടോ. വാവ്, ഫുള്ളാണ്. പുറത്തിറങ്ങി നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ബ്രിഡ്ജാണ്. അവിടെ ശിക്കാരെ പോലത്തെ സാധനം കൊണ്ടല്ലോ, ചെറിയ തോണി. അതിനകത്ത് ചെറിയ വീടൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡ്. ചിലപ്പോ നമ്മളിന്ന് ശിക്കാരിലായിരിക്കും, സ്റ്റേ നോക്കുന്നുണ്ട്. ഹൗസ് ബോട്ടായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നല്ല രസമുണ്ടല്ലേ? എല്ലാം അധികം മരം കൊണ്ടുള്ള വീടുകളല്ലേ? തനി കാശ്മീരി നല്ല വ്യത്യാസമുണ്ട് വീടുകൾ. അതവരുടെ ക്ലൈമറ്റിനനുസരിച്ച് പറ്റിയ വീടുകളാണ്. അവർക്ക് നമ്മളിപ്പോൾ ഉള്ളത് ശങ്കരാചാര്യ ശിവ ടെമ്പിളിലാണ്. ഇത് നിയർ ടു ഡാൽ ലേക്ക്. ഡാൽ ലേക്ക്. ഡാൽ ലേക്കിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഹെയർ പിന്നൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മുകളിൽ എത്തിയത്. പിന്നെ നമുക്ക് മുകളിൽ നിന്ന് നല്ല ശ്രീനഗർ സിറ്റിയുടെ വ്യൂ കാണാം. ഇതൊരു 1000 feet above ആണുള്ളത്. അപ്പൊ എക്സൈറ്റഡ് ആണ് പോയിട്ട് വ്യൂ ഒക്കെ കാണാൻ. അപ്പൊ ഈസ് വെരി മച്ച് എക്സൈറ്റഡ്. അപ്പൊ വണ്ടി കയറി അപ്പൊ ഇറങ്ങും, ഇറങ്ങി അപ്പൊ എണീക്കും, വണ്ടി നിർത്തി അപ്പൊ എണീക്കും. ഈ കാണുന്ന സ്റ്റേഴ്സ് ആണ്. ഞങ്ങളുടെ ഒരു 10-20 സ്റ്റേഴ്സ് കയറിയിട്ടുണ്ടാവും. അപ്പൊക്ക് എല്ലാവരും ക്ഷീണിച്ച് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്കത്ര ക്ഷീണമൊന്നുമില്ല. കുട്ടു ക്ഷീണിച്ചാ? നടന്ന് ക്ഷീണിച്ചാ? ടീക്ക് ക്ഷീണിച്ചാ? നടക്കണം, പക്ഷെ നമ്മളൊക്കെ ടയർഡ്. ഞങ്ങൾ പണിയടിച്ച് കുട്ടു നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ മുന്നിലാണ്. നമ്മളങ്ങനെ സ്റ്റെപ്സ് കയറി വന്ന് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ
ഇവിടെ ആക്ച്വലി നല്ല വ്യൂ ആണ് കേട്ടോ. അതായത് ശ്രീനഗറിൻ്റെ മൊത്തം വ്യൂ. ആ സൈഡിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ദാൽ ലേക്ക് അതിൻ്റെ വ്യൂ ആണ്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ശ്രീനഗർ സിറ്റി മൊത്തം കാണാം. ഇവിടെയുള്ള മരമാണല്ലേ. ഇതെന്താ പറയുക, പൈനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. UK ഐ മീൻ ഇത് കാനഡ ഫ്ലാഗ് ഇതല്ലേ? മാപ്പിൾ. മാപ്പിൾ, യെസ്, മാപ്പിൾ ആണെന്നാണ് പറയുന്നത്. അതിന്റെ ട്രീ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു യെല്ലോ, ബ്രൗൺ, ഗ്രീൻ എല്ലാ ഷെയ്ഡും. നല്ല രസമുണ്ട്. വാവ്. ഇതാണ് ആ ടെമ്പിളിൻ്റെ റൈറ്റ് സൈഡിലുള്ള വ്യൂ. നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റിവർ ഒഴുകി പോകുന്നുണ്ട് സിറ്റിയുടെ സെൻറ്ററിൽ കൂടെ. ഇതാണ് ജേലം റിവർ. ജേലം എന്നാണോ പ്രൊണൗൺസ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. JHELUM എന്നാണ് കണ്ടത്. സോ ജേലം എന്ന് നമുക്ക് വിചാരിക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ പൈൻ ട്രീ, പൈനല്ല സോറി, മാപ്പിൾ. ഈ ഫ്രെയിമിലുള്ള വ്യൂ ഉണ്ട് ദാൽ ലേക്ക്. അല്ല ഇത് താഴെ കാണുന്നതാണ് ഫുൾ ലൈക്ക് ലേക്കിന്റെ മേലെ തന്നെ ഇവര് ലേക്കില് അവിടെ ഇതെന്താ ലേക്കില് അവര് ഫ്ലോട്ടിങ് ആയിട്ടാണ് നമ്മുടെ ഇവിടെ എന്താ പറയാ തായ്ലാൻഡിലൊക്കെ ഉള്ള പോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ പോലെ അല്ലേ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ എപ്പോഴും ഒരു ഫുഡി ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഓടുന്നുണ്ടായിരുന്നു മോളിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട്. താഴെ നോക്കുമ്പോ എന്തൊക്കെ കടലയും പരിപ്പും ചാട്ട് പോലെ എന്തൊരു സംഭവം വാങ്ങി കഴിക്കുന്നു. It's healthy, black chana. So it's an election going on here. Yes. That's why Yes. We are declared for election. ഇവിടെ നമ്മൾ കണ്ട എല്ലാ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാവരും നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളിത് കണ്ട് ഇറങ്ങി. കുട്ടും ടീക്കയും ഇങ്ങനെ ഇതിലൊക്കെ കയറി തോളിലൊക്കെ കയറി നടക്കുന്നുണ്ട്. കുട്ടു നമ്മുടെ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ദാൽ ലേക്കിൻ്റെ വ്യൂ. നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടു. ഇത് കുറച്ച് താഴെ നിന്നുള്ള വ്യൂ ആണ്. ഇതെല്ലാം വ്യൂ. വാവ്. നമ്മളിപ്പോൾ സമ്മറിൽ വന്നുകൊണ്ടാണ്. മഞ്ഞുകാലത്താണെങ്കിൽ ഈ ചുറ്റുള്ള മലകളെല്ലാം മഞ്ഞ് മൂടി പൊളിയായിരിക്കും അല്ലേ. നമ്മൾ ചുമ്മാ അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു നമ്മുടെ കർണാടക രജിസ്ട്രേഷൻ വണ്ടി കണ്ടിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഫാമിലി അവർ നിർത്തിയതാണ്. അവർ നമ്മളോട് ചോദിച്ചു ഹായ്. അപ്പോൾ നമ്മൾ ശ്രീ ശങ്കരാചാര്യ ഹിൽസിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ വണ്ടി നമ്പർ കണ്ടിട്ടാണ് അവർ നിർത്തിയത്. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ telling good things about Kerala. They love Kerala. Is what they have told. And so far we also like Kashmiris. We are also going to. Kashmiris are very loving person. Yesterday we stayed at a homestay and the hospitality was so good. We are known for hospitality around the world and we are the best. Yes. Okay. So anyway, it's very nice to meet you. Same here. Yeah. Nice meeting you. Take care. Okay. Yeah. Bye. Thank you. സോ നമ്മളിവിടെ ലഞ്ച് കഴിക്കാൻ നിർത്തിയതാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഹോട്ടൽ സ്ട്രീം. നമ്മളിവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ കേട്ടോ നേരെ ദാൽ ലേക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നതാണ് ദാൽ ലേക്ക്. ദാൽ ലേക്കിലെ ഹൗസ് ബോട്ട്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള റെസ്റ്റോറൻ്റാണ് ഹോട്ടൽ സ്ട്രീം. ഇവിടെ പാർക്കിംഗ് കണ്ട് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ നല്ല റിവ്യൂസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവർ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ്സ് സജസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് അതിൽ കിട്ടുന്നില്ല. സോ നമ്മൾ പിന്നീട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇവിടെ എത്തി. നമ്മളൊരു ആ ലൊക്കേഷൻ ഇട്ട് കുറേ ദൂരം പോയി. പക്ഷെ ഒന്നും ഫുള്ള് ഗൂഗിൾ റൂട്ടൊക്കെ ഭയങ്കര ലോങ് ആയിട്ടാണ് കാണിച്ചത്. തൽക്കാലം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറി ഫുള്ളൊക്കെ കാണിക്കാം. നല്ല അത്യാവശ്യം അടിപൊളി റെസ്റ്റോറൻ്റാണ്. നല്ല ഇൻറ്റീരിയർ. റേറ്റ്സ് എല്ലാം മെനുവിലൊക്കെ നോർമൽ റേറ്റ്സ് തന്നെയാണ്. ഒരുപാട് മലയാളി ഫാമിലീസ് എല്ലാവരും ഉണ്ട്. യെസ്. സോ നമ്മളെന്താ ഓർഡർ ചെയ്തേ?
ഒരു മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ വാസവാനാണ് കശ്മീരി സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ വാസ സ്റ്റൈൽ ഒരു ചിക്കൻ ഡ്രൈ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഓർഡർ ചെയ്ത 2 ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി, പിന്നെ എന്താണ് കാശ്മീരി സ്പെഷ്യൽ വാസ ചിക്കൻ വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ചിക്കൻ എങ്ങനെയുണ്ട്? വാസ ചിക്കൻ വാസ ചിക്കൻ ഇസ് ആക്ച്വലി നൈസ്. അവരുടെ ഒരു സ്പെഷ്യൽ ഡിപ്പൊക്കെ ഉണ്ട് ഇവിടെ. എന്ത് ടേസ്റ്റ് ചിക്കൻ പറയാൻ പറ്റുന്ന ടേസ്റ്റ് ഒന്നുമല്ല. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇത് പ്രത്യേക മസാല രസമുണ്ട്. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ ദാലിലേക്ക് നിന്ന് 2 കിലോമീറ്റർ, അപ്രോക്സിമേറ്റ്ലി 2 കിലോമീറ്റേഴ്സ് അല്ലേ, അപ്പുറത്തുള്ള ലാൽ ചോക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, ഇവിടുത്തെ ക്ലോക്ക് ടവർ. വാവ്, ഇത് ആക്ച്വലി നല്ലൊരു സ്ട്രീറ്റാണ് കേട്ടോ. വൈകിട്ടൊക്കെ ചില്ല് ചെയ്യാൻ പറ്റുന്ന പോലെ ആളുകൾ വന്നിരിക്കാനും, അതുപോലെ തന്നെ ഇവിടെ ഷോപ്പിംഗ് സ്ട്രീറ്റ് കൂടിയാണ്. 4 പുറം ഷോപ്പുകളാണ് ഇവിടെ. കണ്ടില്ലേ, ഇവിടെയൊക്കെ നിറയെ വന്നിരിക്കാനൊക്കെ പറ്റിയ ബെഞ്ചുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ശ്രീനഗറിലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ലാൽ ചോക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ്, അതുപോലെ തന്നെ ശ്രീനഗറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഷോൾസ് എല്ലാം ഇവിടെ ഒരുപാട് കിട്ടും. സോ അപ്പോൾ നമ്മൾ ലാൽ ചോക്ക് കണ്ട് ദ ഫേമസ് ഷിക്കാര റൈഡിന് വന്നു. ഇവിടെ കുറേ ഷിക്കാരകളുണ്ട്. ഇപ്പോൾ ഓഫ് സീസൺ ആണ് ആക്ച്വലി, അതുകൊണ്ട് വളരെ കമ്മി റേറ്റാണ്. 2500 നമ്മളോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്ത് 1500 പുള്ളി വരാമെന്ന് പറഞ്ഞു. സോ ഹിയർ വി ആർ ഗോയിങ്. കയറിക്കോ, ഞാൻ പിടിക്കാം കാട്ടി. ഒരു പേടി മേടിക്കല്ല. സോ നമ്മൾ ഇതാ ദാലിലേക്കിൽ മോട്ടോർ സ്പോർട്ട് റൈഡിന്റെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിന്റ്. ഇതിനെ പറയുന്നതാണ് ഫ്ലോട്ടിംഗ് ഗാർഡൻ. ഇവിടെ നമ്മുടെ ടൊമാറ്റോ, മറ്റേ കദ്ദു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്ച്വലി ഫ്ലോട്ട് ആയിട്ട് തന്നെ അവിടെ ഉണ്ടാവും അത്ര. അതേപോലെ തന്നെ ഇവിടെ വെള്ളം കൂടുന്തോറും ഈ സാധനം പൊങ്ങി പൊങ്ങി വരും. ഈ കോലില്ലേ, ആ കോല് വെച്ചിട്ടില്ലെങ്കിൽ ഇത് പോകുന്നു ഭാഗ് ജായകാന്ന്. മാർക്കറ്റിൽ ഇങ്ങനെ കുറേ കച്ചവടക്കാർ വരും. ഇവിടുത്തെ Starting range, what we have here in 3-piece sets, and this stone is called moonstone. It gives fire and sun. ഇതിവിടെ മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ്. ഓ സൺസെറ്റ് നല്ല രസമുണ്ടല്ലേ. ആ സൺസെറ്റായി നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ മീന ബസാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മീന ബസാർ ഈസ് ദ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഹിയർ. അതേപോലെ തന്നെ അതിനെന്താ പറയുക, ടാക്സ് ഒന്നും ഇല്ല ഇവർക്ക് ഷോപ്പ് വെക്കാൻ. ടാക്സ് ഫ്രീ ആണ് ഇവർക്ക് ഇവിടെ ഈ ഷോപ്പ് വെക്കാനായിട്ട്. എല്ലാം വെക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ കാശ്മീരി കാവ, വേറെ ഡ്രസ് മാർക്കറ്റ് എല്ലാം ഉണ്ട്. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. എല്ലാം ഇങ്ങനെ മരത്തിൻ്റെ മുകളിലല്ലേ.
നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമ്മുടെ ശിക്കാരി ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ്. ഷബീർ ആൻഡ് സൺസ് ഹാൻഡ്ലൂംസ്. ഇവിടെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ല. ഇതാണ് ഷോപ്പ്. ലോക്കൽ ഹാൻഡ് മെയ്ഡാ. അതൊക്കെ എന്താ റേറ്റ്? ये आता है 850 का. 850. आता है ऐसा स्टोन कुछ संडे मंडे ये स्टोन संडे को इस साइड और मंडे को इस साइड तो डबल साइड संडे मंडे स्टोर. ये इसको कहते हैं ना संडे मंडे. और ये बहुत लाइट वेट है, सॉफ्ट भी है. हाथ लगा के देखो हाँ अत्याവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് है ना. ഇതാ ये 650. 650 രൂപയാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഡാലിലേക്ക് റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ പോയി 1-2 പോയിന്റ്സ് കാണിച്ചു തന്നു. നല്ല സൺസെറ്റ് ഒക്കെ കണ്ടു. കംപ്ലീറ്റ് കാണാൻ പറ്റില്ല, പക്ഷെ എന്തായാലും ഒരുവിധം നല്ല സൺസെറ്റ് ഒക്കെ കണ്ടു. എന്നിട്ട് ഇനി ഒരു കാവ കുടിക്കാം, കശ്മീരി കാവ. ഞങ്ങൾ മുന്നേ കുടിക്കാറുണ്ട് വീട്ടിലൊരു കശ്മീരി കാവ. ഊട്ടി പോയ സമയത്ത് കശ്മീരി കാവയുടെ മറ്റേ പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒറിജിനൽ ആയിരിക്കും. നമുക്ക് ഒറിജിനൽ കശ്മീരി കാവ ഫ്രം കശ്മീർ. സമയം 6:30. ഇവിടെ ദാൽ ലേക്കിൽ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു തുടങ്ങി. കാശ്മീരിൽ വന്നിട്ടൊരു കാശ്മീരി കവ. നമ്മുടെ മറ്റേ കാവന്നെ അല്ലേ, നമ്മുടെ റൂമിൽ ടേസ്റ്റ് പക്ഷെ അതിന്റെ മുകളിൽ ഇവര് ബദാം എങ്ങനെയുണ്ട് കാവ? बेबी बेबी हो रहे हैं. എങ്ങനെയുണ്ട് കാവ? സൂപ്പറാണോ? അപ്പോൾ നമ്മൾ ശിക്കാര റൈഡൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇതെല്ലാം കണ്ടുവന്നു. സമയം വന്നിട്ട് 7 മണിയായി. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഹൗസ് ബോട്ടിൽ. നമ്മൾ ആലപ്പുഴത്തെ ഹൗസ് ബോട്ട് കണ്ടിട്ടുണ്ടാവും, നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ആലപ്പുഴത്തെ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാനുണ്ടാവും. ഇന്ന് കശ്മീരിലെ ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാനുണ്ട് നോക്കാം. റേറ്റ്സ് പറഞ്ഞത് നമ്മളത് ഒരു 3500 പറഞ്ഞത്. നമ്മൾ കമ്മിയാക്കിയിട്ട് കുറച്ച് ബാർഗൻ ചെയ്ത് 2500 എത്തിച്ചത്. പക്ഷെ അതിലും കമ്മിയായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം ഓഫ് സീസൺ അല്ല. അതുകൊണ്ട് നല്ല പീക്ക് സീസണിൽ ഇത് ഹൗസ് ബോട്ടൊക്കെ പെർ നൈറ്റ് 8000 ആവുന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് കിട്ടിക്കുന്ന നല്ലൊരു പീക്ക് സ്പോട്ടിലാണ്. നമുക്ക് റൂമിന്റെ വിശേഷങ്ങളും ബാക്കി കാഴ്ചകളും നമുക്ക് ഇനി കാണാം. ഓക്കെ അല്ലേ കുട്ടാപ്പോ? ബോട്ടിലെ ഡിന്നറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വെജിറ്റേറിയൻ ആണ് ചൂസ് ചെയ്തത്. നമ്മൾ ഉച്ചക്കൊക്കെ നല്ല നോൺ വെജ് കഴിച്ചുകൊണ്ട് നമുക്ക് ചപ്പാത്തി, പിന്നെ റൈസ്. ഇവിടെ നല്ല റൈസ് ആവുന്നു അല്ലേ? ഇത്രയും ദിവസം ഞങ്ങൾക്ക് നല്ല ലോങ് കുറച്ച് നോട്ട് സോ ബോയിൽഡ് റൈസാണ് കിട്ടിയത്. വെജ് കറി, പൊട്ടറ്റോ, പയറൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. പിന്നെ ദാൽ. അടിപൊളിയായിട്ടുണ്ട് സംഭവം. കഴിച്ചോക്കാം. കുട്ടാപ്പും ടി കെ ഒടുക്കത്തെ കളിയാണ്. ഹൗസ് ബോട്ടില് മരുന്ന് കൊടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടാപ്പു. രാത്രി ഏകദേശം 10:50 നമ്മൾ ഹൗസ് ബോട്ടിന്റെ ഫ്രണ്ടില് കശ്മീർ ദാൽ ലേക്കിൽ ഒരു ഹൗസ് ബോട്ടിൽ ഇതായിരുന്നു ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. നൈസ് വൈബാണ്. ഇപ്പൊ ചെറിയ തണുപ്പുണ്ട്.
ഇവിടുത്തെ ഹോസ്റ്റ് ചേട്ടൻ്റെ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ ജനുവരി ഡിസംബർ സമയത്ത് എന്തൊക്കെയാ സംഭവിക്കുക, ഈ ലേക്ക് ഐസാവോ, ഐസിൽ കൂടെ ആൾക്കാർ നടക്കും, ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിസ്കഷൻസ്. പുള്ളി ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ജനുവരി പീക്ക് നെഗറ്റീവ് ടൈമിൽ ഇതിൽ ഐസാവും, ഇതിൽ കൂടെ ആൾക്കാർ നടക്കുന്നൊക്കെയാണ് പറയുന്നത്. അതാ രാത്രിയൊക്കെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് കാരണം അത്ര മൈനസിലോട്ട് പോവാറില്ല, അതുകൊണ്ട് ഫ്രീസ് ആവാറില്ല എന്നാണ്. ഇപ്പൊ കുറച്ചായിട്ട് ഫ്രീസ് ആയിട്ടില്ല, അറിയാതെ കുട്ടൊക്കെ ഇല്ലുമിനായിട്ടൊക്കെ ഇട്ട് ഫുള്ള് വൈബ് അടിച്ചോണ്ടിരിക്കുകയാണ്. കുട്ടു ഇവിടെ ഇൻ ഹൗസ് എന്താണ് കലാകാരന്മാരാണുള്ളത്. സോ ഇതാണ് നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്ന ദാലിലേക്കുള്ള ബോട്ട്, ഹൗസ് ബോട്ട്. നമ്മുടെ കേരളത്തിലെ ഹൗസ് ബോട്ടിനൊക്കെ വെച്ച് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. യെസ്, നമുക്ക് തുറന്നു നോക്കാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഹോളുണ്ട്. ഇവിടെ ഫർണിച്ചർ നോക്കി, അന്നത്തെ കാലത്തുള്ള പഴയ ഫർണിച്ചറാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെ നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഹാൾ, പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ പഴയ ഫോട്ടോസ്, അതുപോലെ തന്നെ പഴയ കുറേ ക്രോക്കറീസ്. ഇതിലൊക്കെ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത്രയും പഴയതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഈ ഫോട്ടോ കണ്ടോ, ഇത് ദാലിലേക്ക് ഫ്രീസായ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. ഇവിടെ കാണാം, ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടുത്തെ ഐസൊക്കെ വെട്ടിമാരി തോന്നുന്നുണ്ട്. അങ്ങ് ദൂരെ ഉണ്ട്, അവരവിടെ ക്രിക്കറ്റ് കളിക്കാന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇത് ഈ ലേക്ക് ഫ്രീസ് ആവാറുണ്ട്. ഇപ്പോൾ കുറേ കാലത്ത് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണം ഫ്രീസ് ആയിട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ പഴയ ഫോട്ടോസും കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ഡൈനിങ് ഹാൾ വരുന്നത്. അങ്ങനെ ഡൈനിങ് ഹാളിൽ നമ്മൾ നേരെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിച്ചണില്ല. ഇത് ചെറിയൊരു കിച്ചൺ സെറ്റപ്പ്. കിച്ചൺ അല്ല, ഇത് ആക്ച്വലി ഒരു ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് സെർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹോളാണ്, റൂമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഫുള്ള് മരമല്ലേ, അതുകൊണ്ട് കുക്കിംഗ് അലൗഡല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ള സ്മോക്കിങ്ങും അലൗഡല്ല. അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ചെറിയ വരാന്തയുണ്ട്. വരാന്ത വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂം നമ്പർ 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂം വരുന്നത്. ഫുൾ വുഡാണ് കേട്ടോ. അടിയിലൊക്കെ നല്ല കാർപ്പറ്റ് ഉണ്ട്. ആക്ച്വലി ഇപ്പോൾ കുറച്ച് തണുപ്പ് കുറവാണ്, അതുകൊണ്ടാണ് ഫാനൊക്കെ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ടേബിൾ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ബാത്റൂം, ടബൊക്കെ ഉള്ള ബാത്റൂം. യെസ്. പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ റൂമും ഇതേപോലത്തെ റൂമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ റൂമൊന്നും കാണിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ വന്നാൽ ഇവിടെ ഒരു റൂമുണ്ട്, നമ്മൾ നേരത്തെ കടവ് പോലത്തെ റൂം തന്നെയാണ്. പിന്നെ അവിടെയും ഒരു റൂമുണ്ട്. ടോട്ടലി 3 റൂമാണുള്ളത്. അതായത് രണ്ട് പേര് വെച്ചാണെങ്കിൽ 4 പേർക്കും 6 പേർക്ക് എക്സ്ട്രാ ഒരു ബെഡും കൂടി ഉണ്ട് ആ ലാസ്റ്റ് റൂമിൽ. അപ്പോൾ 7 പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. സീസൺസ് ടൈമിൽ ഇവർ പറയുന്നത് 8,000 രൂപ 9,000 രൂപ ആ റേറ്റിൽ അങ്ങ് മുകളിലോട്ട് പോകും പെർ ഡേ എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഓഫ് സീസണിലാണ്. സ്റ്റിൽ നമ്മളോട് ആദ്യം ഒരു 3,500 ആ റേറ്റൊക്കെയാണ് നമ്മളോട് ആദ്യം പറഞ്ഞത്. പക്ഷേ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞു ഓഫ് സീസൺ ആയതുകൊണ്ട് ഒരു 2,000-3,000 ഉള്ളിലൊക്കെ കമ്മിയായി കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളാദ്യം 2K പറഞ്ഞു ഒരു റൂമിന്. പിന്നെ നമ്മൾ കുറച്ച് ബാർഗിനൊക്കെ ചെയ്ത് അവസാനം 2,500 പെർ റൂം ഇൻക്ലൂഡിങ് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്.
അത് ഇറ്റ്സ് എ ഗുഡ് ഡീൽ ആക്ച്വലി. നമ്മളിവിടെ ഹോട്ടൽസൊക്കെ നല്ല നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഏതാണ്ട് ഈ ഒരു റേറ്റ് തന്നെയാണ് വന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ദാൽ ലേക്കിലെ ഹൗസ് ബോട്ട്. ഈ ഹൗസ് ബോട്ടിന് എത്ര എക്സ്പെൻസ് ഉണ്ടാവും പറയും? ഇല്ലല്ലോ, അറിയില്ല. 2 crores. ഓഹോ, നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് നമ്മൾ അത് നമ്മുടെ ഇവിടുത്തെ കെയർടേക്കറാണ്, പുള്ളിയോട് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞാണ് ഇതിന് ഓൾമോസ്റ്റ് ഒരു 2 അതെ, ഇപ്പൊ ഇതിനൊരു വാല്യൂ 2.25 crores. 1989 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. 25 years ago it was built.